ആഗോള ഇന്ധന വിപണിയിലെ പ്രതിസന്ധി ഇന്ത്യയിലും ബാധിക്കുമോ എന്നാണ് ആശങ്ക. വിലവർധനയ്ക്കൊപ്പം പ്രതിസന്ധി കൂടി വന്നാൽ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാവുകയും ചെയ്യും. തിരുവനന്തപുരം വഴയിലയിൽ ഒരു പെട്രോൾ പമ്പിൽ നിന്ന് ആഷിൻ ഡിയാഗോ നമ്മളോടൊപ്പം ചേരുകയാണ്. ആഷിൻ, ഈ വിലവർധനയുടെ പശ്ചാത്തലത്തിൽ ഇന്നു മുതൽ അത് പ്രാബല്യത്തിൽ വരികയാണല്ലോ. പ്രീമിയം പെട്രോളിനാണ് നിലവിൽ വില വർദ്ധിച്ചിരിക്കുന്നത്. ആളുകൾ കൂടുതലായി സാധാരണ പെട്രോൾ ഓപ്റ്റ് ചെയ്തു തുടങ്ങിയോ? എന്താ അവിടുന്ന് പറയാൻ കഴിയുക? മധു സൂചിപ്പിച്ചതുപോലെ ഞാനുള്ളത് വടയിൽ തന്നെ പ്രവർത്തിക്കുന്ന ഇന്ത്യൻ ഓയിലിന്റെ പെട്രോൾ പമ്പിലാണ്. ഇവിടെ രാവിലെ 3:30 കൂടിയാണ് ഇവർക്ക് അറിയിപ്പ് വരുന്നത്. അതായത് പ്രീമിയം പെട്രോളുകളുടെ വില വർധനവ് സംബന്ധിച്ച അറിയിപ്പ് വരുന്നത് രാവിലെ 3:30 കൂടിയാണ്. ഇന്നലെ വരെ ഇവിടെ പ്രീമിയം പെട്രോൾ, അതായത് XP 95 എന്നുള്ളതാണ്, ഇതിന്റെ വില എന്ന് പറയുന്നത് 114.66 രൂപയായിരുന്നു. പക്ഷേ ഇന്നത് 2 രൂപയിലധികം വർദ്ധിച്ച് 116.81 രൂപയിലേക്ക് ആയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ പമ്പിൽ നിന്ന് മാത്രം പ്രതിദിനം ഏതാണ്ട് 1000 ലിറ്ററിലധികം പ്രീമിയം പെട്രോളുകളാണ് അടിച്ച് വാഹനങ്ങൾ ഇവിടെ നിന്നും പോകുന്നത് എന്നുള്ളതാണ്. ശരാശരി 700 ലിറ്ററോളം പെട്രോളാണ് ഇവർക്ക് ഇത്തരത്തിൽ ആവശ്യം വരുന്നത് എന്നുള്ളതാണ്. ചേട്ടാ, കഴിഞ്ഞ ദിവസത്തെ വിലയല്ല ഇന്നത്തെ വില, ഓരോ മേഖലയിലും പ്രത്യേകം വിലകളാണ്. ഇവിടുത്തെ ഇന്നത്തെ വില എത്രയാണ് പ്രീമിയം പെട്രോളുകൾ എന്ന് പറയുമ്പം 116.81 ഇനി രാവിലെയാണ് അപ്ഡേറ്റ് ചെയ്തത്. ഓട്ടോമേഷനാണ്, അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അപ്ഡേറ്റ് ആവുന്നുണ്ട്. ഇപ്പം പ്രതിദിനം 1000 ലിറ്ററോളം വേണ്ട ഒരു പമ്പാണല്ലോ ഇത്. എത്ര പേരാണ് ഇപ്പോൾ സാധാരണ ഇപ്പോൾ പ്രീമിയം അടിച്ചുകൊണ്ടിരുന്ന ആളുകളൊക്കെ വീണ്ടും സാധാരണ നോർമൽ പെട്രോളിലേക്ക് പോയി തുടങ്ങിയിട്ടുണ്ടോ? അടിക്കുന്നുണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല. അടിച്ചുകൊണ്ടിരുന്നവർ ഇന്ന് മുതൽ എന്തായാലും അടിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഒരു കുഴപ്പമില്ല, അടിക്കുന്നുണ്ട്. പ്രീമിയം കുറച്ചുകൂടെ ഹയർ സ്റ്റാൻഡേർഡ് വാഹനങ്ങളിലേക്കാണല്ലോ ഈ പ്രീമിയം പെട്രോൾ ഓപ്റ്റ് ചെയ്യുന്നത്. മാറിയിട്ടുണ്ട്. അവർ കൂടുതൽ പ്രീമിയം പഴയ അടിച്ചുകൊണ്ടിരിക്കേണ്ടത് തന്നെ വീണ്ടും അടിച്ചുകൊണ്ടിരിക്കുന്നത്. വേറെ കുഴപ്പമൊന്നുമില്ല, കാരണം മൈലേജ് ഉള്ളതല്ലേ. ഇപ്പോൾ മൈലേജ് കൂടുതൽ കിട്ടും എന്നുള്ളതുകൊണ്ടാണ് ഇതാണ് ഓപ്റ്റ് ചെയ്യുന്നത്. കുറച്ച് എക്സ്പെൻസീവ് ആയിപ്പോൾ അല്ലേ? എക്സ്പെൻസീവ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ഇത് നമ്മൾ നേരത്തെ സംസാരിച്ചുകൊണ്ടിപ്പോൾ മനസ്സിലാക്കിയ മറ്റൊരു കാര്യമുണ്ട്. പെട്രോൾ മാത്രമല്ല, നിലവിൽ ഇപ്പോൾ നമുക്കറിയാം പാചകവാതകത്തിൻ്റെ ഒരു ക്ഷാമം നേരിടുന്നുണ്ട്. അതോടൊപ്പം തന്നെ എഞ്ചിൻ ഓയിലുകളുടെ ഒരു ക്ഷാമം കൂടി ഇവർ നേരിടുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എഞ്ചിൻ ഓയിൽ, അതായത് എഞ്ചിനിലേക്ക് ഒഴിക്കേണ്ട ഓയിലുകൾ ഇവിടെ പ്രോപ്പറായി എത്തുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ നിലവിലുള്ള ഈ സ്റ്റോക്ക് മാത്രമാണുള്ളത്. പുതുതായി സ്റ്റോക്കൊന്നും വന്നിട്ടില്ല എന്നും ഈ പമ്പ് ജീവനക്കാർ പറയുന്നുണ്ട്. മാത്രമല്ല, ഒരു ഭാഗത്ത് കൊമേഴ്ഷ്യൽ വാഹനങ്ങൾക്കുള്ള പെട്രോൾ വിലയും കൂടിയതായി പറയുന്നുണ്ട്. 20 രൂപയാണ് കൂടിയതായി അവർക്ക് നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത് എന്നതാണ്. അതായത് കൊമേഴ്ഷ്യൽ വാഹനങ്ങൾ, KSRTC പോലുള്ള കരാർ ഓടിക്കുന്ന വാഹനങ്ങൾക്കുള്ള പെട്രോളിയം പ്രോഡക്ട്സിനാണ് ഇത്തരത്തിൽ വില വർദ്ധിപ്പിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും നിലവിലിപ്പോൾ നേരത്തെ മുതൽ തന്നെ പ്രീമിയം അടിച്ചുകൊണ്ടിരുന്ന ആളുകൾ ഇപ്പോൾ പതുക്കെ വീണ്ടും നോർമൽ പെട്രോളിലേക്ക് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ മീറ്ററിൽ നമുക്ക് വില കാണാൻ കഴിയും. 116.81 രൂപയാണ് നിലവിൽ ഇവിടുത്തെ ഇന്നത്തെ വില എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം 114.23 രൂപയായിരുന്നു. ശരാശരി നമുക്ക് മനസ്സിലാക്കുന്നത് 2 രൂപ മുതൽ 2.45 രൂപ വരെയാണ് വിവിധ പമ്പുകളിലായി ഇതിന്റെ വില വർദ്ധിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. ഈ പ്രീമിയം പെട്രോൾ ആളുകൾ ഏറ്റവും കൂടുതൽ ഓപ്റ്റ് ചെയ്യുന്നത്, പ്രത്യേകിച്ചും നമുക്കറിയാം പ്രേക്ഷകർ തന്നെ നമ്മളുടെ യൂട്യൂബിലൊക്കെ പങ്കുവെക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇനിയിപ്പോ ഈ പമ്പിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ പ്രീമിയം പെട്രോൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ്. കാരണം നമ്മൾ ഈ ഇന്ധനമൊക്കെ നിറയ്ക്കാൻ പോകുന്ന സമയത്ത് സാധാരണഗതിയിൽ നമ്മുടെ വാഹനത്തിന്റെ ഇന്ധന നില കുറച്ച് താഴെയായിരിക്കും. സ്വാഭാവികമായും വേറൊരു പമ്പിലേക്ക് എത്തുക, ഇനി അതിന്റെ താമസം നേരിടുക തുടങ്ങിയ കുറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ ചെല്ലുമ്പോൾ ഇപ്പോൾ ഇവിടെ തൽക്കാലം പ്രീമിയം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഈ 2 രൂപയാണ് എങ്കിലും അത് ചെലവാക്കി ഒരുപക്ഷെ പെട്രോൾ അടിച്ചേക്കും എന്നൊരു സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ അത്തരം ചൂഷണങ്ങളൊന്നും ഉണ്ടാകാതെ പോകാൻ ഉള്ള ഒരു ശ്രമം ഉണ്ടാകണം. ഇപ്പോൾ കുറവാണ് എങ്കിൽ ആ സമയത്ത് തന്നെ അതിൻ്റെ ഏറ്റവും അറ്റത്തേക്ക് എത്താതെ പെട്രോൾ അടിച്ച് പോകാനൊക്കെ കഴിയണം. പിന്നെ ഒരുപാട് പേർ പെരുന്നാൾ ആശംസയൊക്കെ നേരുന്നുണ്ട്. എല്ലാവർക്കും ആദ്യം തന്നെ പെരുന്നാൾ ആശംസകൾ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ ഗുഡ് ഈവനിങ് ഷോ ആരംഭിച്ചത് തന്നെ. നമുക്ക് ഒരുപാട് പ്രതിസന്ധികളൊക്കെ ഉള്ള സമയമാണ് അല്ലേ? പാചകവാതകവുമായി ബന്ധപ്പെട്ട്, പെട്രോളുമായി ബന്ധപ്പെട്ടൊക്കെ വിലക്കയറ്റമൊക്കെ ഉണ്ടാകും. പക്ഷേ അത്തരം കാര്യങ്ങളിലൊക്കെ വലിയ പ്രതിസന്ധികളൊക്കെ ഉണ്ടെങ്കിലും തൽക്കാലം ലോകത്തെ നോക്കൂ, യുദ്ധവുമായി ബന്ധപ്പെട്ട് നമുക്ക് നേരിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഒഴിവായി നിൽക്കുകയാണല്ലോ. എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരമാകുമെന്ന് പ്രതീക്ഷിക്കുക മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ.